അസ്സലാമു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ക്യാരറ്റ് ഉപയോഗിച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ലൈം ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ലൈം ജ്യൂസ് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. ഈ ഒരു ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ക്യാരറ്റാണ്. അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം വലിയൊരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ക്യാരറ്റ് വെച്ചിട്ട് നമുക്കൊരു 3 പേർക്കുള്ള ജ്യൂസ് തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം ഞാനിതിവിടെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്താൽ വെറും 2 മിനിറ്റൊക്കെ മതി നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത്യാവശ്യം കട്ടിയിലൊക്കെയാണ് കട്ട് ചെയ്തെടുക്കുന്നതെങ്കിൽ കുറച്ചധികം സമയം എടുക്കും നമുക്ക് ക്യാരറ്റ് ബ്ലെൻഡ് ചെയ്തെടുക്കാനായിട്ട്. ക്യാരറ്റ് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ചെറിയൊരു പീസ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂടുതൽ ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിത് പെട്ടെന്ന് തന്നെ നന്നായിട്ട് ബ്ലെൻഡായി കിട്ടില്ല. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒരു സ്റ്റെയിനർ വെച്ചിട്ട് അതിലോട്ട് ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം. ആ ഒരു സമയത്ത് തന്നെ നമുക്കിതിലോട്ട് ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം ഇതേപോലെ ഒന്ന് സ്പൂണോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു തവയോ വെച്ചിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു ജ്യൂസൊക്കെ കംപ്ലീറ്റ് താഴെയുള്ള പാത്രത്തിലോട്ട് വീഴും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 2 ഗ്ലാസ്സോളം വെള്ളം ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്നുകൂടെ ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ആ ഒരു കംപ്ലീറ്റ് പഴുപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ ഈ ഒരു ജ്യൂസ് ഒന്നുകൂടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്കൊരു മീഡിയം സൈസിനുള്ള ലെമൺ സ്കിന്നോട് കൂടെ കട്ട് ചെയ്തതാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കഴിക്കാനുള്ളതാണെങ്കിൽ മാത്രം ഇതേപോലെ സ്കിന്നോട് കൂടെ ചേർത്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ ലെമൺ ജ്യൂസ് എടുത്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ ഒരു കയ്പ്പ് രസം വരും. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് നേരത്തെ അരിച്ചെടുത്ത സമയത്ത് തന്നെ അതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാരയും ലെമൺ ജ്യൂസൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഞാനിതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതൊരു പ്രാവശ്യം കൂടെ ഞാൻ സ്റ്റെയിനർ വെച്ചിട്ടൊന്ന് അരിച്ചെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ലെമണിൻ്റെ സ്കിന്നൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാനുണ്ടാവും. അത് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് സ്റ്റെയിനർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം.